ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1791. ഇന്ന് നവംബർ മാസം 25-ാം തീയതി. ഈ ആണ്ടിലെ 330-ാമത്തെ ദിവസത്തിലെത്തി. നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന അല്പം വെട്ടം പോലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും കെട്ടുപോകാൻ കിട്ടും. അങ്ങനെ ഒരു കഠിനമായ കാറ്റടിക്കുന്നതിനിടയിലാണ് നമ്മളിങ്ങനെ പതിയെ പതിയെ ആടിയുലയുന്ന തിരുനാളമായി നിലനിൽക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് അതിന്റെ 35-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുയേശുവിന്റെ ഓർമ്മപ്പെടുത്തൽ എത്ര അഗാധമാണ്, എത്ര ഗൗരവമുള്ളതാണ്. നിന്നിലുള്ള വെളിച്ചം കെട്ടുപോകാതിരിക്കാനായിട്ട് നീ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഉണ്ടെന്ന് കരുതുന്ന വെട്ടം പോലും എപ്പോൾ വേണമെങ്കിലും നിലച്ചു പോകാവുന്ന ജാഗ്രതയിൽ ജീവിക്കണമെന്നും ആ ജീവിതത്തിൽ ആ ജാഗ്രതയിൽ തുടരണമെന്നുമൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്നും അത്ര ഈസിയല്ല. കിട്ടിയതിന്റെ പേരില് ഒന്നും നിലനിൽക്കുന്നുമില്ല. എപ്പോഴും അതിന് അർഹതയും യോഗ്യതയും ഉള്ള മനുഷ്യരായിട്ട് നമ്മളിങ്ങനെ നമ്മളെ തന്നെ കുറേയും കൂടി പുതുക്കിക്കൊണ്ടിരിക്കണ്ടേ. ലഭിച്ചതുകൊണ്ട് എത്ര വേഗമാണ് നമ്മൾ ഓരോന്നിനെയും ഓർത്ത് അഹങ്കരിക്കുന്നത്. ജീവിതത്തിൽ ലഭിച്ചതല്ലാതെ ഒന്നുമില്ലെന്നും എല്ലാം ലഭിച്ചതാണെന്നും തിരിച്ചറിയുന്ന ഏതൊരാളും ശരിക്കും ദൈവസന്നിധിയിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും വലിയ വിനയമുള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണ് കൈകൂപ്പി നമസ്തേ പറയാനായിട്ട് ശേഷിയുണ്ടാവുന്നത്. യേശുവാണ് വെളിച്ചം. ആ വെളിച്ചത്തെ പതിയെ ഉൾക്കൊള്ളുക. പരിശുദ്ധ അമ്മ മറിയം എപ്രകാരം തന്റെ ഹൃദയത്തിലും തന്റെ ഉദരത്തിലും ക്രിസ്തുയേശുവിനെ സ്വീകരിച്ചോ വഹിച്ചോ അപ്രകാരം തന്നെ ക്രിസ്തുവാഹകരായി മാറാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ കടപ്പെട്ടവരാണ്. അങ്ങനെ ഭരമേൽപ്പിക്കപ്പെട്ടവരാണ്. ആ ദൗത്യം ഏറ്റെടുത്തവരാണ്. എന്നിട്ടാണ് നമ്മൾ വഞ്ചന കാട്ടുന്നത്. ആത്മവഞ്ചകർ ആകാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പും ഇത്തിരി കഠിനമായ ശാസനയുമൊക്കെയാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.